ഹായ്, ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ആൻവിയോസ് മൾട്ടിമീഡിയ അക്കാഡമിയിലെ ആദ്യത്തെ പോഡ്കാസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ആൻവിയോസ് മൾട്ടിമീഡിയ അക്കാഡമിയിലെ സിനിമോട്ടോഗ്രാഫർ ആയ ഭരത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഭരത്തിൻ്റെ ഈ ഒരു പാഷൻ അല്ലെങ്കിൽ സിനിമോട്ടോഗ്രാഫി എങ്ങനെയാണ് ഈ രംഗത്ത് എത്തിയതെന്നൊക്കെ നമുക്ക് ഭരത്തിൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഭരത്, എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള കാരണങ്ങളൊക്കെ? ഞാൻ ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി പണ്ടോട്ടേ താല്പര്യമായിരുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കാനും വരെയുള്ളൊന്നും അറിയില്ല. അപ്പോൾ ഫാദർ പണ്ട് ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചു തരും. പുള്ളിയുടെ ഫ്രണ്ട് ഫോട്ടോഗ്രാഫറാണ്, KR സുൽന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഫോട്ടോസ് ഇങ്ങനെ കുറേ കാണിച്ചു തരും. അപ്പോൾ അത് കണ്ട് ഇപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ ഒരു പരിപാടി തോന്നി. അപ്പം അങ്ങനെയാണ് ഫോട്ടോഗ്രാഫിക്ക് ഒരു ആഗ്രഹം വന്നത്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ഫോട്ടോഗ്രാഫിയിലേക്കുള്ളൊരു അടിത്തറ എന്ന് പറയുന്ന സാധനം കിട്ടിയത്. ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ നിന്നായിരുന്നു. പിന്നെ അങ്ങനെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഫോണിൽ പണ്ടൊരു ഫോൺ ഉണ്ടായിരുന്നു, അതിൽ ഫോട്ടോസൊക്കെ എടുത്തു തുടങ്ങി. അങ്ങനെ പോയി അപ്പം അച്ഛനും ഈ പരിപാടികളെ കുറിച്ച് താല്പര്യമുള്ള, ആർട്ട് ഏരിയയിലെ കുറിച്ച് താല്പര്യമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളി കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറാണ്, ഡിസ്നി എന്നാണ്. അപ്പോൾ അങ്കിളിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ അങ്കിളുടെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ ഈ ഫോട്ടോഗ്രാഫിയുടെ ബേസ് ആയിട്ടുള്ള മറ്റേ എക്സ്പോഷർ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ISO, ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, അത് അവിടെ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്കിൾ പറഞ്ഞു തന്നു, ഇതൊക്കെയാണ് പരിപാടികൾ, ഷട്ടർ സ്പീഡ് എന്ത് സംഭവം, അപ്പർച്ചർ എന്ത് സംഭവം, ISO എന്ത് സംഭവം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ പിന്നെ അങ്കിളുടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, പണ്ടത്തെ സോണി ആൽഫ 58 എന്ന് പറഞ്ഞിട്ടൊരു പണ്ടത്തെ ഒരു ക്യാമറ. അപ്പോൾ പുള്ളി യൂസ് ചെയ്തിരുന്നത് അതായിരുന്നു. അപ്പോൾ അത് എനിക്ക് തന്നു. അപ്പോൾ പിന്നെ ഫോട്ടോഗ്രാഫിയും വരെയുള്ളതൊക്കെ അതിലായിരുന്നു, ആ ക്യാമറയിലായിരുന്നു. പിന്നെ വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് അവർ ഹോബിയാണ് എന്നുള്ള രീതിയിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നാട് എന്ന് തൃശ്ശൂരാണ്. അപ്പോൾ പൂരം ഫെസ്റ്റിവൽസ് കുറേ ഉണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ബേസ് പരിപാടികൾ. പൂരങ്ങൾക്ക് പോയി ഫോട്ടോ എടുക്കുക. അങ്ങനെ ഫോട്ടോ എടുത്ത് താല്പര്യമായി തുടങ്ങി. പരിപാടി ഇൻട്രസ്റ്റിംഗ് ആണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അതിൻ്റെ ഒരു അടുത്ത ലെവലിൽ വന്നപ്പോഴാണ് ഒരു വീഡിയോഗ്രാഫി അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി പഠിക്കണം എന്നുള്ള രീതി. അങ്ങനെ കുറച്ച് ഷോർട്ട് ഫിലിംസും വരെയുള്ളൊക്കെ ചെയ്ത്, ആഡ്സ് കുറച്ച് 1-2 ചെയ്ത്, പിന്നെ കുറച്ച് വരെയുള്ളൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സിനിമോട്ടോഗ്രാഫി കോഴ്സ് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ യൂട്യൂബിൽ നോക്കി പഠിക്കുന്നതും ഇപ്പോൾ എവിടെയെങ്കിലും പോയി പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? അപ്പോൾ ഞാൻ ആ സമയത്തും യൂട്യൂബായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ, വേറെ ആരും പറഞ്ഞു തരാനില്ല. അപ്പോൾ നമുക്ക് യൂട്യൂബൊക്കെ ആയിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഇതെന്ന് പറയാൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബ് നോക്കും. പക്ഷെ യൂട്യൂബിൽ ഒരു 1 വേ കമ്മ്യൂണിക്കേഷനാണ്. ഇങ്ങോട്ട് പറഞ്ഞു തരാന്നുള്ളതല്ല, നമുക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത് നമ്മൾ കേൾക്കുക, എന്തെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ എടുക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ വല്ല അറിയുന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം എന്നുള്ളൊരു സ്കീമായിരുന്നു. പക്ഷേ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഓൺ ദ സ്പോട്ട് നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യും. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ചിലപ്പോൾ മണ്ടത്തരം കാണിക്കുകയാണെങ്കിൽ അതപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അത് കുറച്ച് ഹെൽപ്ഫുൾ പരിപാടിയായിരുന്നു. അപ്പം ഷോർട്ട് ഫിലിംസ് അപ്പോൾ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്? ഞാനൊരു 3-4 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ചെയ്ത് പഠിക്കണതും ഒരു എക്സ്പീരിയൻസാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോഴായിരിക്കും കുറച്ച്. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയി പഠിക്കുമ്പം ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മുടെ കയ്യിൽ എക്യുപ്മെൻസുകൾ ഉണ്ടാവില്ല. അപ്പം നമ്മൾ യൂട്യൂബിൽ പോയി നോക്കി പഠിച്ചാൽ പോലും നമ്മുടെ കയ്യിൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ അതേസമയം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ നമുക്ക് വേണ്ട ഫെസിലിറ്റീസും എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെ നിന്ന് ഉണ്ടാവുമോ? അത് അവിടെ നിന്നുണ്ട്. നമുക്കിപ്പം നമുക്കൊരു ഗുണമാണ്. നമ്മൾ യൂട്യൂബിൽ നോക്കി പഠിക്കുന്നേക്കാളും ഒരു സ്ഥലത്ത് പോയി പഠിക്കുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും എക്യുപ്മെൻസുകളും എല്ലാം അവിടെ ഉണ്ടാവും. അതെ. ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പല എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു ക്യാമറ ഉണ്ടെങ്കിൽ അത് മാത്രം, ഒരു ലെൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ലെൻസ് മാത്രം, വേറെ എക്യുപ്മെൻറ്റ്സ് വേറെ ലെൻസ് നമ്മൾ യൂസ് ചെയ്യില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ റെൻറ്റിന് എടുത്തിട്ട് അതൊന്നും നമ്മളങ്ങനെ മെനക്കെടാൻ. ഇപ്പം നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്ന ലെൻസുകളും ഇപ്പോൾ സിനിമയിൽ യൂസ് ചെയ്യുന്ന ലെൻസുകളും ഒക്കെ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോയി പഠിച്ചാലോ അല്ലെങ്കിൽ ഇതൊക്കെ ആക്കിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ? അതെ, അത് ഈ രണ്ടും ഡിഫറെൻ്റാണ്. 2 ലെൻസും 2 ടൈപ്പാണ്. നമ്മൾ ഫോട്ടോഗ്രാഫിക്ക് യൂസ് ചെയ്യുന്ന ലെൻസ് അല്ല നമ്മൾ സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ സിനിമ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം അതിൻ്റേതായ ഡിഫറൻസും പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഹൈ എൻഡ് ലെൻസുകളായിരിക്കും, കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാവും വിഷ്വൽസിന്. പിന്നെ ഫോട്ടോഗ്രാഫി ലെൻസിൻ്റെ റിങ്ങുകളും പരിപാടികളൊക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്.
സിനിമ ലെൻസുകൾ പറയുമ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും, കൺട്രോൾ ചെയ്യാനും വരെയുള്ള കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും ഫോട്ടോഗ്രാഫി ലെൻസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമുക്ക് അതൊക്കെ മനസ്സിലാവുന്നത് നമ്മൾ അവിടെ പോയി പഠിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ അതിന് മുമ്പൊക്കെ എടുത്തുകൊണ്ടിരുന്ന പറഞ്ഞാൽ ഈ ഒരു ലെൻസ് ഉണ്ട്, അത് ഫോട്ടോഗ്രാഫിയുടെ ആണോ വീഡിയോഗ്രാഫിയുടെ ലെൻസ് ആണോ എന്ന് പോലും നമുക്ക് അറിയണ്ടായിരുന്നില്ല. അത് വെച്ചിട്ടാണ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഡിഫറൻസും വരെയുള്ളതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലായിരുന്നു. ഇപ്പം പിന്നെ ഞാൻ കേട്ടത് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് കുറച്ച് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടു. അത് എന്തിനൊക്കെയാണ് അവാർഡ് കിട്ടിയത്? ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് 1-2 അവാർഡ്സ് ഒക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഇത് ഷോർട്ട് ഫിലിം ഇവിടെ തൃശ്ശൂർ ഒരു കോമ്പറ്റീഷനിൽ ബെസ്റ്റ് ഫിലിമിന് കിട്ടിയായിരുന്നു. അപ്പം ഇതിപ്പം സിനിമോട്ടോഗ്രാഫി രംഗത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രഗിളോ എന്തെങ്കിലും കഷ്ടപ്പാടോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പോൾ ഇത് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ വന്നിരുന്ന സമയത്ത് വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് എന്ന് വെച്ചാൽ അവർ നോക്കുമ്പോൾ ഇതൊരു സ്ഥിര വരുമാനമുള്ളൊരു ജോലിയല്ല. ജോലി ഉണ്ടെങ്കിൽ പൈസ ഉണ്ട്, ഇല്ലെങ്കിൽ പട്ടിണി എന്നുള്ളൊരു സ്കീമായിരുന്നു. അപ്പോൾ അവർക്ക് അതൊരു ടെൻഷൻ. വീട്ടിലാണെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി, അച്ഛൻ ഗവൺമെൻറ്റിലായിരുന്നു. അപ്പോൾ അതേപോലെ വീട്ടിലൊരു ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ സ്ഥിര വരുമാനം കിട്ടുന്ന എന്തെങ്കിലും ഒരു ജോലി എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ അത് ഞാൻ എൻ്റെ ഒരു താല്പര്യത്തിന് വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വന്നു ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു. ഇപ്പം അവാർഡുകൾ കിട്ടിയപ്പോഴും ഇപ്പം ഇതുപോലെ ഒരു ടീച്ചിങ് മേഖലത്തിൽ നിൽക്കുമ്പോഴും വീട്ടിലിപ്പം പണ്ട് പറഞ്ഞ എന്താ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിലുണ്ടോ? ഇപ്പം അത്രയ്ക്കും ഇല്ല. ഇപ്പം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഇതിനൊരു ഇൻകം കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവര് ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ ഹാപ്പിയാണ് അവർ. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സാധനം നമ്മൾ ചെയ്യുമ്പോൾ വീട്ടുകാർ ഓക്കെയാണ്, നമ്മൾ ഓക്കെയാണ്. അവർക്ക് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം, അതെന്താ സംഭവം എന്നുള്ള അറിയാത്തതിൻ്റെ ഒരു ഇഷ്യൂസ് ആയിരുന്നു ആദ്യം. അതിപ്പോൾ ഒരു ഇതൊക്കെ ക്ലിയർ ആയി. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം ആനിവേഴ്സറി വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി കാണും? ഞാൻ ഒരു 7 മാസമായി. 7 മാസമായി. ഇപ്പോൾ ഈ 7 മാസത്തെ ആനിവേഴ്സറി വന്നിട്ടുള്ള ഭരത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇവിടെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് വന്നൊരു ഏരിയ ആയിരുന്നു ടീച്ചിങ് ഫീൽഡിലേക്ക്. അപ്പോൾ കുറേ ഇവിടെ വരുമ്പോഴൊരു ഉപകാരം എന്ന് പറയുന്നത് കുറേ പേരെ മീറ്റ് ചെയ്യാൻ പറ്റും. കുറേ സ്റ്റുഡൻസ് ആയാലും കുറേ പേരെ മീറ്റ്, അവരുടെ ഐഡിയാസൊക്കെ ഭയങ്കര കിടിലൻ പരിപാടികളൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറേ കിട്ടും. പിന്നെ നമുക്ക് അറിയുന്നൊരു സാധനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പഠിക്കും അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ അത് ഒരു നല്ലൊരു പരിപാടി, കുറച്ച് എൻ്റെ അറിവും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊരു പരിപാടി. ഇവിടുത്തെ പിള്ളേരായാലും പഠിപ്പിക്കുന്ന രീതി ആയാലും എങ്ങനെയുണ്ടോ? ഇവിടെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ പറയുമ്പോൾ ടീച്ചർ, സാർ, സ്റ്റുഡൻസ് അങ്ങനെ ഒരു വൈബ്. പക്ഷേ ഇവിടെ അങ്ങനെ നല്ല ഫ്രണ്ട്സ് പോലെ ഭയങ്കര കമ്പനി എല്ലാവരും. ഇപ്പോൾ സ്റ്റുഡൻസ് ആയാലും സാറുമാരായാലും എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി. അപ്പം തന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് വരുമ്പോൾ പഠിക്കണം എന്നുള്ളൊരു മൈൻഡിലല്ല, അവരിവിടെ വരിക, വർക്ക് ചെയ്യുക, ഷൂട്ട് ചെയ്യുക, പോവുക, ആ ഒരു സ്കീമാണ്. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ സാറ് ഭയങ്കര ബഹുമാനം കൊടുത്ത് ഭയങ്കര അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ബഹുമാനം ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷേ കൂടുതൽ ഫ്രണ്ട്ലി അപ്രോച്ചാണ് മൊത്തത്തിൽ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് പഠിക്കാൻ വരുന്നവർക്കും കുറച്ച് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഫ്യൂച്ചർ പരിപാടി എന്തൊക്കെയാണ്? സിനിമയാണ് ഫ്യൂച്ചറിൽ നോക്കാനൊരു താല്പര്യം. അപ്പോൾ 1-2 വർക്ക് വന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യണം. അത് അടുത്ത മാസം ഒക്കെ ആയിട്ട് സ്റ്റാർട്ടാവും. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ഒന്നാണ് എന്നാണ്. അപ്പം ഭരത്തിൻ്റെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ സിനിമോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും രണ്ടാണോ അതോ ഒന്നാണോ? എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ രണ്ടും വീഡിയോ എടുക്കുക, വിഷ്വൽ ക്യാപ്ചർ ചെയ്യാനുള്ളതാണെങ്കിലും ഈ വീഡിയോഗ്രാഫിയും സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ്, അല്ലെങ്കിൽ 2 സ്റ്റൈലാണ്. അതിപ്പോൾ ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും കോമ്പോസിഷൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഡിഫറെൻറ്റാണ്. വീഡിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ കാണുന്ന ഒരു വിഷ്വൽ ഇതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. നമ്മൾ കാണുമ്പോൾ എല്ലായിടത്തും നല്ല ബ്രൈറ്റായിട്ട് അല്ലെങ്കിൽ നല്ല വ്യക്തമായിട്ട് അതിൽ കൂടുതൽ കണ്ടൻറ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് കിട്ടാൻ പോകുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും പറയും, ഇപ്പോൾ സ്റ്റേജ് ഷോസ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യുക, അതൊക്കെയാണ് കൂടുതലും വീഡിയോഗ്രാഫിയിൽ വരുന്നത്. അതായത് ആ പറയുന്ന കണ്ടൻറ്റിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നേരെ മറിച്ച് സിനിമാറ്റോഗ്രാഫി ആണെങ്കിൽ ആ ഇമോഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ഇമോഷനാണ് സംസാരിക്കുന്നത്, ആ ഒരു ഇമോഷനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്യാമറ മൂവ്മെൻറ്റ്സും അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റിങ്ങും അതൊക്കെ ആയിരിക്കും സിനിമാറ്റോഗ്രാഫി സൈഡിലോട്ട് വരിക. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റാണ്. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി ആകുമ്പോൾ ചിലപ്പോൾ അത്ര എല്ലാ സൈഡും ലിറ്റപ്പ് ആയിക്കൊള്ളണമെന്നില്ല. ഷാഡോസ് കുറേ യൂസ് ചെയ്യാം, ലൈറ്റ്സ് വളരെ കുറച്ചൊക്കെ യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഫീലിലേക്കായിരിക്കും നമ്മൾ ലൈറ്റപ്പ് ചെയ്യുക. അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് കണ്ടൻറ് ഓറിയൻറ്റഡും ഒന്ന് ഇമോഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആയാലും ഇപ്പോൾ വീഡിയോഗ്രാഫിക്ക് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും സിനിമോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഗിയേഴ്സൊക്കെ വ്യത്യാസങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇപ്പോൾ സിനിമയിൽ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി അല്ലെങ്കിൽ സിനിമ ഓറിയൻറ്റായിട്ട് പോകുമ്പോൾ നമ്മൾ എക്യുപ്മെൻറ്റ്സ് വളരെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യും. നമ്മുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഇപ്പോൾ ഗിംബല്, ക്രെയിൻ, ട്രാക്ക്, അങ്ങനെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ്. അത് കുറച്ച് കോസ്റ്റ്ലിയും അല്ലെങ്കിൽ കുറച്ചും എക്സ്പെൻസ് വരുന്ന എക്യുപ്മെൻറ്റ്സ് ആണ് അതൊക്കെ വരുന്നത്. നമ്മൾ വീഡിയോഗ്രാഫിയിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ളത് ട്രൈപോഡ്, ഗിംബല് അതൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു സിനിമ ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഹെവി എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും വരും. ഇപ്പോൾ ട്രാക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ട്രോളി, എന്താ പറയുക, ക്രെയിൻ, അങ്ങനെയുള്ള പരിപാടികളിലേക്ക് നമ്മൾ കൂടുതൽ വരിക. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട്, അതിനായിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ആൻവിയോസിൽ പഠിച്ച ഒരു വീഡിയോഗ്രാഫറിന് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സിനിമോട്ടോഗ്രാഫർ അപ്പം ഏതൊക്കെ മേഖലകളിലായിരിക്കും അവർക്കൊരു എന്താ പറയുക ജോലി സാധ്യത ഉണ്ടാകുക? ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ എന്ത് ഒരു മാർക്കറ്റാണെങ്കിലും അതിൽ പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ആഡ് ചെയ്യാന്ന് പറയുന്നത് എന്തൊരു ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ കൂടി അത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് തന്നെയാണ് ഒരു ഡിജിറ്റൽ സിനിമാറ്റോഗ്രഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി പഠിച്ച ഒരാൾക്ക് ഏറ്റവും വലിയൊരു മെയിൻ കാര്യം നമുക്കൊരു ആഡ് ചെയ്യും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ മീഡിയ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയായാലും ഫേസ്ബുക്ക് വഴിയായാലും ഇപ്പോൾ വാട്സാപ്പ് വഴിയായാലും നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ഒക്കെ നമുക്ക് ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്കൊരു വീഡിയോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്നാൽ ഈ കണ്ടൻറ്റൊക്കെ ആരെങ്കിലും ഷൂട്ട് ചെയ്താലല്ലേ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ വരുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ഫിലിംസ് ഉണ്ട്. ഇപ്പോൾ യൂട്യൂബൊക്കെ തുറന്നൊക്കെ ഇഷ്ടം പോലെ ഷോർട്ട് ഫിലിംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഷോർട്ട് ഫിലിംസ് പരിപാടികളൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി അത് വേണ്ട കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ്സ് ചെയ്യാം. ഈ വരുന്ന ആഡ്സൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വയ്ക്കുക, ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ആഡ്സൊക്കെ നമ്മുടെ ഇപ്പോൾ പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അതൊന്നും വേണ്ട, ഇൻഡിപെൻഡൻറ്റ് വേണ്ട, നമുക്കൊരു മന്ത്ലി സാലറി കിട്ടുന്നൊരു ജോബാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ TV ചാനൽസും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾ അതുപോലുള്ള കോർപ്പറേറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ എൻ്റെ വീട്ടിൽ പറഞ്ഞ പോലെ ഇപ്പോൾ മന്ത്ലി സാലറി കിട്ടുന്ന അതാണ് ഒരു ഇഷ്യൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ജോബിൽ പോകാം. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. നമുക്ക് ഏത് വേണം, നമ്മുടെ ഇൻട്രസ്റ്റ് ഏതാണെന്നുള്ളതനുസരിച്ചിട്ട് ഏത് വേണം തിരഞ്ഞെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും TV ആയാലും എവിടെ ആയാലും ഇപ്പോൾ തിയേറ്ററിൽ പോയാൽ പോലും അഡ്വർടൈസ്മെന്റ് ആണ്. ഒരു വീഡിയോഗ്രാഫർ ആണ് ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു പ്രൊമോഷൻസ് കൂടുതൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ പണ്ടൊക്കെ സ്റ്റില്ലായിരുന്നു, ഇപ്പോൾ കൂടുതൽ എന്താണ് വീഡിയോ ആഡാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു വീഡിയോഗ്രാഫി പഠിച്ച ഒരാൾക്കും അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സിനിമോട്ടോഗ്രാഫി പഠിച്ച ഒരാൾക്കും നമ്മുടെ ഇപ്പോൾ ഈ ഒരു ലോകത്ത് വേക്കൻസി ചവർ പോലെ ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. പണ്ട് മറ്റേ നമ്മുടെ PSC എഴുതാൻ മറ്റേ തട്ടി മുട്ടി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പം മറ്റേ ഫോട്ടോഗ്രാഫറിനെയും വീഡിയോഗ്രാഫറിനെയും തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമ നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻ ക്യാമറമാൻ ആരാ, ഇന്നൊരാൾ. പക്ഷെ ആള് മാത്രമല്ല അതിൽ ക്യാമറ ചെയ്യുന്നത്, അതിൽ ക്യാമറ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഇപ്പോൾ സെക്കൻഡ് യൂണിറ്റ് ക്യാമറമാൻ ഉണ്ട്. അപ്പോൾ ക്യാമറമാൻ ഒരാളുടെ പേര് മാത്രമല്ല, ഇഷ്ടംപോലെ ആൾക്കാർ ഒരു സിനിമയിൽ തന്നെ വരുന്നുണ്ട്. അതെ, അപ്പം ഒരു സിനിമയിൽ ക്യാമറ വർക്ക് ചെയ്യാൻ വേണ്ടി 4 പേര് വേണം, 4 പേരിൽ കൂടുതൽ വേണം. അങ്ങനെ ഇപ്പോൾ ഗിംബൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് വേറൊരാളായിരിക്കും. ഇപ്പോൾ ഹെലിക്യാം, നമ്മളിപ്പോൾ വെഡ്ഡിങ്ങിലും എല്ലാത്തിലും കാണുന്നൊരു ഹെലിക്യാം, അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേറൊരാളാണ്. ഇപ്പോൾ ക്യാമറമാൻ ആയിരിക്കില്ല അത് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ ആൾക്കാർ വേണം. ഇതൊക്കെ വീഡിയോഗ്രാഫിയിലും സിനിമാറ്റോഗ്രാഫിയിലും വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ലൈറ്റ്സ് വയ്ക്കുന്നത് വരെ ഗ്യാഫർ എന്ന് പറയും. ഇപ്പോൾ സിനിമയിലൊക്കെ ആണെങ്കിൽ ഗ്യാഫർ എന്ന് പറയും. ആളാണ് ലൈറ്റ്സ് എങ്ങനെയൊക്കെ വരണം എന്നുള്ളതൊക്കെ ഇപ്പോൾ ക്യാമറമാൻ്റെ സജഷൻസ് വെച്ചിട്ട് ഗ്യാഫറാണ് തീരുമാനിക്കുന്നത് എവിടെയൊക്കെ ലൈറ്റ് വയ്ക്കണം, ഏതൊക്കെ ലൈറ്റ് വയ്ക്കണം. ഇതൊക്കെ അത്യാവശ്യം നല്ല വെൽ പെയ്ഡ് ആയിട്ടുള്ള ജോലിയാണ്. അപ്പം ആൾക്കാർ കൂടുതൽ പഠിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ കൂടി അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസും വേക്കൻസീസും ഉണ്ട്. അപ്പം നമുക്ക് ഇത്ര നേരം നമ്മളോട് സഹകരിച്ച ഭരത് സാറിന് ആൻവിയോസിൻ്റെ വക താങ്ക് യു. ഓക്കെ, അപ്പം സൈനപ്പ്.